ഹാഫ് ബി എച്ച്. ഇവിടെ അതിനെ മാറ്റി ഹാഫ് എ ഇൻറ്റു എൽ എന്നെടുക്കാം. 80 rupees പെർ സ്ക്വയർ മീറ്റർ. ഇവിടെ ആദ്യം ചിന്തിക്കേണ്ടത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ 1000. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഈ 0യും കട്ട് ചെയ്തു. ഇന്നത്തെ വീഡിയോ സോളിഡ്സിനെ കുറിച്ചാണ്. 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് സോളിഡ്സ്, ഘനരൂപങ്ങൾ. ഇവിടെ സോളിഡ്സിൻ്റെ ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം തുടങ്ങിയ പ്രോബ്ലം ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ഓഫ് സൈഡ് 5 centimeters and 4 isosceles triangles of base 5 centimeters and height 8 centimeters are to be put together to make a square pyramid. How many square centimeters of paper is needed? ഇവിടെ ഒരു സ്ക്വയർ, ഒരു സമചതുരം, ഒരു സൈഡ് 5 സെൻറ്റിമീറ്ററും ആൻഡ് 4 ഐസോസെലസ് ട്രയാങ്കിൾസ് ഓഫ് ബേസ് 5 centimeters ആൻഡ് ഹൈറ്റ് 8 centimeters. 4 സമപാർശ്വ ത്രികോണങ്ങൾ, പാദം 5 സെൻറ്റിമീറ്ററും ഉയരം 8 സെൻറ്റിമീറ്ററുമുള്ള 4 സമപാർശ്വ ത്രികോണങ്ങൾ. ഇവ ചേർത്ത് വെച്ച് ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കുന്നു. ഹൗ മെനി സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഓഫ് പേപ്പർ ഈസ് നീഡഡ്? ഇതുണ്ടാക്കാൻ വേണ്ടി എത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ പേപ്പർ വേണം? അപ്പോൾ ഈ പേപ്പർ മുറിച്ചെടുത്ത് കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പിരമിഡ് നിർമ്മിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് പിരമിഡിൻ്റെ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ കൂട്ടിയാൽ, അത് കണ്ടുപിടിച്ചാൽ ആവശ്യമുള്ള പേപ്പറിൻ്റെ അളവ് കിട്ടും. അപ്പോൾ ഇവിടെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ സർഫസ് ഏരിയ, സ്ക്വയർ പിരമിഡിൻ്റെ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല. 4 ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ബേസ് ഒരു സ്ക്വയറാണ്, അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു 4, അത് കൂട്ടിയാൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഇവിടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ, ട്രയാങ്കിളിൻ്റെ ബേസ് അത് സ്ക്വയറിൽ തന്നെ ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് 5 സെൻറ്റിമീറ്റർ. ഇനി ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയയും സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് സ്ക്വയർ, എ സ്ക്വയർ ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ട്രയാങ്കിളിൻ്റെ ഏരിയ എ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇവിടെ അതിനെ മാറ്റി ഹാഫ് എ ഇൻറ്റു എൽ എന്നെടുക്കാം. കാരണം സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് തന്നെ സ്ക്വയർ പിരമിഡ് ലാറ്ററൽ ഫേസ് ഹൈറ്റിനെ എൽ എന്ന് പറയുന്നു. ഇനി അതിൻ്റെ ഏരിയ ഈക്വൽ ടു, നമുക്ക് 2al എന്നുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് മാറ്റാൻ, അപ്പോൾ 4 ഫേസ് ഉണ്ട്. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ LSA ഈക്വൽ ടു നമുക്ക് 4 ട്രയാങ്കിൾസ് 4 ഇൻറ്റു ഹാഫ് AL എന്ന് കൊടുക്കാം. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഹാഫ് AL ഈക്വൽ ടു 2AL. ഇവിടെ ബേസ് ഏരിയ നമുക്കറിയാം എ സ്ക്വയർ ആണ്, നമ്മൾ 25 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ LSA ലാറ്ററൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ, 5 ആണ്, 5 ഇൻറ്റു ഇവിടുത്തെ L, അതായത് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈക്വൽ ടു 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 8 80, 80 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2AL എന്ന ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എ സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബേസിൻ്റെ ഏരിയ, ബേസ് ഏരിയ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 25 പ്ലസ് 2AL, 4 ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക്
80 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 80 ഈക്വൽ ടു 25 പ്ലസ് 8 ഈക്വൽ ടു 105 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ഈ സ്ക്വയർ പിരമിഡിൻ്റെ സർഫസ് ഏരിയ. ഈ സർഫസ് ഏരിയ എത്രയാണ് അത്രയും പേപ്പറാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ പേപ്പർ നീഡഡ് ടു മേക്ക് ദ സ്ക്വയർ പിരമിഡ് ഇസ് ഈക്വൽ ടു 105 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടോയ് in the shape of a square pyramid of base edge 16 centimeters and slant height 10 centimeters. What is the total cost of painting 500 such toys at 80 rupees per square meter? അപ്പോൾ ഇവിടെ ആദ്യം ചിന്തിക്കേണ്ടത് a toy is in the shape of a square pyramid of base edge 16 centimeters and slant height 10 centimeters. ഒരു സമചതുര സ്തൂപികയുടെ ബേസ് എഡ്ജ് എ 16 സെൻറ്റിമീറ്റർ ആണ്, സ്ലാൻഡ് ഹൈറ്റ് എൽ തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ്. കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് ആണ് അവിടെ ചിന്തിക്കേണ്ടത്. ഇവിടെ സാധാരണ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഏരിയ ആണോ വോളിയം ആണോ കണ്ടുപിടിക്കേണ്ടത് പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിൻറ്റിങ്, ഈ പെയിൻറ്റിങ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ സർഫസിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പെയിൻറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയല്ല, സർഫസിലാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ സർഫസ് ഏരിയ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ സെൻറ്റിമീറ്ററിലാണ്, നമുക്ക് കിട്ടുന്ന ആൻസർ സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കും. പലർക്കും അബദ്ധം പറ്റുന്നൊരു കാര്യമാണിത്. ഇവിടെ തന്നിരിക്കുന്ന കോസ്റ്റ് 80 rupees പെർ സ്ക്വയർ മീറ്ററിലാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ കിട്ടുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലായിരിക്കും, അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുക. അതിനുശേഷം 1 മീറ്റർ സ്ക്വയറിൻ്റെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ തന്നിട്ടുള്ളത് ബേസ് എഡ്ജ് എ ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ എഴുതി വെക്കുക. സ്ലാൻഡ് ഹൈറ്റ് എൽ ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഏരിയ, ടോട്ടൽ സർഫേസ് ഏരിയ കാണാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല പരപ്പളവ്, ഈക്വൽ ടു ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് എ സ്ക്വയർ, അതാണ് ബേസ് ഏരിയ, പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ 4 ഇൻറ്റു ഒരു ലാറ്ററൽ ഫേസിൻ്റെ ഏരിയ 4 ഇൻറ്റു 1/2 AL, അതായത് ഇക്വേഷനിൽ നമ്മൾ 2AL എന്നെടുക്കാം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2AL ആണ്. ഇനി ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് സർഫസ് ഏരിയ കാണാം. എ സ്ക്വയർ, എ 16 ആണ്, അപ്പോൾ 16 സ്ക്വയർ പ്ലസ് 2AL, 2 ഇൻറ്റു എ തന്നിട്ടുണ്ട് 16 തന്നെയാണ്, 16 ഇൻറ്റു എൽ 10 സെൻറ്റിമീറ്റർ ആണ്, ഇൻറ്റു 10 ഈക്വൽ ടു 16ൻ്റെ സ്ക്വയർ, 16ൻ്റെ സ്ക്വയർ 256. അപ്പോൾ 256 പ്ലസ് 2 ഇൻറ്റു 16 32, 32 ഇൻറ്റു 10 320 ഈക്വൽ ടു 576 576 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ, ആ ടോയിയുടെ ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഏരിയ. ഇനി അത്തരം 500 ടോയ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ 500 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈക്വൽ ടു 576 ഇൻറ്റു 500. എന്നോട് ഗുണിക്കുന്നില്ല, ഇങ്ങനെ എഴുതി വെക്കുന്നു. പല കണക്കിലും ആദ്യമേ തന്നെ ഗുണിക്കേണ്ട കാര്യമില്ല, കാരണം ചിലപ്പോൾ കിട്ടുന്ന വാല്യൂ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് എളുപ്പമുള്ള വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യമേ ഗുണിച്ച് വെക്കരുത്, പിന്നെ ഹരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഈ 576 ഇൻറ്റു 500, ഇത്രയുമാണ് ഇതിൻ്റെ ഏരിയ. 500 എണ്ണത്തിൻ്റെ ഏരിയ, അത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണുള്ളത്. ഇനി വേണ്ടത് അതിൻ്റെ കോസ്റ്റ് കിട്ടാൻ ഇതിനെ ആദ്യം മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അതിനുശേഷം 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഞാൻ ഒരുമിച്ച് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 576 ഇൻറ്റു
500 ഡിവൈഡഡ് ബൈ, അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ നമുക്ക് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. അപ്പോൾ ചിന്തിക്കുക, ഓർത്തിരിക്കേണ്ട വഴി, സെൻറ്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ 100 സ്ക്വയർ, അതായത് 100 × 100 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഇതല്ല, മറ്റൊരു കണക്കിൽ സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ 100 ക്യൂബ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 100 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് 100 × 100. അപ്പോൾ ഇത് മീറ്റർ സ്ക്വയറിലേക്ക് മാറി. ഇനി വേണ്ടത് ഇൻറ്റു കോസ്റ്റ് ഇൻറ്റു 80 rupees per സ്ക്വയർ മീറ്റർ. അപ്പോൾ അതിനെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈക്വൽ ടു 576 ഇൻറ്റു 500 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 10,000. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഈ സീറോയും കട്ട് ചെയ്തു, അടുത്ത സീറോയും കട്ട് ചെയ്തു, ഈ സീറോയും കട്ട് ചെയ്തു, ഈക്വൽ ടു 576 ഇൻറ്റു 5 × 8 40 40 എഴുതി, ഡിവൈഡഡ് ബൈ, ബാക്കിയുള്ളവിടെ 10 ഉള്ളൂ, 10. ഇനിയും കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമ്മളൊന്നും എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, 10, ആ സീറോയും കട്ട് ചെയ്തു, ഈക്വൽ ടു, ഇനി നമുക്ക് കിട്ടുന്നത് 576 ഇൻറ്റു 4. ഇത് മാത്രം നമുക്ക് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 576 4 കൊണ്ട് ഗുണിക്കുക, ഇൻറ്റു 4, ഈക്വൽ ടു 2304 രൂപ ആണ് കിട്ടുന്നത്. 2304 rupees. ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോന്നിനെയും നമ്മൾ ഗുണിച്ച് വലിയ നമ്പർ ആക്കിയിട്ടില്ല. കൂടുതലും ഇങ്ങനെയുള്ള കണക്കിലെല്ലാം കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും കിട്ടുക. അതുകൊണ്ട് ആദ്യം തന്നെ ഗുണിച്ച് വലിയ നമ്പറാക്കി വെക്കരുത്. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എഴുതി വെക്കുക. അതിനുശേഷം ലാസ്റ്റ് ഫൈനൽ ആൻസറിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാനുള്ള വഴി മിക്ക കണക്കിലും ഉണ്ടാവും. വെറുതെ ഗുണിച്ച് പിന്നെ ഗുണിക്കാൻ വലിയ സംഖ്യയാവും, ഗുണിക്കാനൊരു കഷ്ടപ്പാട്, പിന്നെ അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി അതും വലിയ നമ്പറായിട്ട് കിട്ടും, അതും ഒരു കഷ്ടപ്പാട്. അപ്പോൾ 2 പണി ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്ന് നമുക്കിതിനെ ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2304 കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലേറ്ററൽ ഫേസസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ് ആൻഡ് ദ ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ് ഈസ് 30 centimeters. വാട്ട് ഈസ് ഇറ്റ്സ് സർഫസ് ഏരിയ? ഇവിടെ മറ്റളവുകളൊന്നും തന്നിട്ടില്ല, പക്ഷേ ഇതൊരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണമാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബേസ് തന്നെയായിരിക്കും ആ ട്രയാങ്കിളിൻ്റെ സൈഡും. അപ്പോൾ തന്നിരിക്കുന്ന ആകെ ഒരു വാല്യൂ ബേസ് എഡ്ജ് ആണ്. ഈ ബേസ് എഡ്ജ് തന്നെ ആയിരിക്കും ഇതിൻ്റെ ലേറ്ററൽ എഡ്ജും. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അങ്ങനെ 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാവും. ആ 4 × 4 ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. പിന്നീട് ബേസ് സ്ക്വയർ ആയിരിക്കും. ആ ബേസ് ഏരിയ കണ്ടുപിടിച്ച് 4 ലേറ്ററൽ സർഫസിൻ്റെ കൂടെ ഏരിയ കണ്ടുപിടിച്ച് കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ബേസ് ഏരിയ ഈക്വൽ ടു, ബേസ് ഏരിയ ഇത് സ്ക്വയർ ആണ്, എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു, ഒരു സൈഡ് 30 ആണ്, അപ്പോൾ 30 സ്ക്വയർ ഈക്വൽ ടു 900 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ലേറ്ററൽ സർഫസ് ഏരിയ, ആദ്യം ലേറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ലേറ്ററൽ ഫേസ് ഏരിയ. ഇതൊരു ഈക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ 4 ഈക്വിലേറ്ററൽ ട്രയാങ്കിൾസ് 4 × ഇനി ഈക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ √3 a² / 4 ഈക്വൽ ടു, ഇവിടെ നമ്മുടെ ഈ 4ഉം ഈ 4നെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈക്വൽ ടു
√3 a സ്ക്വയർ ആണ്. ഈക്വൽ ടു എ സ്ക്വയർ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും എ 30 ആണ്. അപ്പോൾ എ സ്ക്വയർ 900 √3. ഇതാണ് ലേറ്ററൽ സർഫസ് ഏരിയ. ഇനി ഈക്വൽ ടു 900 ഇൻറ്റു √3യുടെ വാല്യൂ 1.73 ഈ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു 1557 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ആകെ ഉപരിതല പരപ്പളവ്. നമുക്ക് ബേസ് ഏരിയ പ്ലസ് ലേറ്ററൽ സർഫസ് ഏരിയ. ബേസ് ഏരിയ 900 ആണ്, 900 പ്ലസ് ലേറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട് 1557 ഈക്വൽ ടു 2457 സെന്റിമീറ്റർ സ്ക്വയർ. 2457 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The perimeter of the base of a square pyramid is 40 centimeters and the total length of all its edges is 92 centimeters. Calculate its surface area. ഇവിടെ പാദ ചുറ്റളവ്, the perimeter of the base of a square pyramid, പാദ ചുറ്റളവ് 40 സെന്റിമീറ്റർ. അതായത് പാദ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4 വശങ്ങൾ, ഈക്വൽ ആയിട്ടുള്ള 4 വശങ്ങൾ. അപ്പോൾ അവിടുന്ന് തന്നെ മനസ്സിലാക്കാം 40 സെന്റിമീറ്റർ ആണെങ്കിൽ ഒരു വശം 10 സെന്റിമീറ്റർ ആയിരിക്കും. ആൻഡ് ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് ഈസ് 92 സെന്റിമീറ്റേഴ്സ്. ഇവിടെ പെരിമീറ്റർ 40 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 4 എഡ്ജുകൾ അത് 40 സെന്റിമീറ്റർ ആണ് ടോട്ടൽ. അപ്പോൾ ഒരു എഡ്ജ് 10 ആണെന്ന് കിട്ടി. അത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഈ 92 സെന്റിമീറ്ററിൽ ബാക്കിയുള്ള 4 എഡ്ജുകളുടെ സമ്മായിരിക്കും കിട്ടുക. ഈ 92ൽ നിന്ന് 40 കുറച്ചാൽ. അപ്പോൾ ലേറ്ററൽ എഡ്ജ് ഇ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. അതിൽ നിന്നും ഈ കണ്ടുപിടിച്ച് നമുക്കിവിടെ എ അറിയാം, എയും ഇയും ഉപയോഗിച്ച് നമുക്ക് എല്ല് കണ്ടുപിടിക്കാം. എല്ല് കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ് ഈക്വേഷനിൽ കൊടുത്ത് സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെന്റിമീറ്റർ. പെരിമീറ്ററിന്റെ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4a. 4a ഈക്വൽ ടു 40. Therefore, a is equal to 40 divided by 4 equal to 10 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ 4 സൈഡ് 40 ആണ്. ടോട്ടൽ എഡ്ജ് എല്ലാം കൂടെ കൂട്ടുന്നത് 92 ആണ്. അപ്പോൾ നമുക്ക് പിന്നെ ഉള്ളത് ലേറ്ററൽ എഡ്ജുകൾ, അതായത് ഇ. അങ്ങനെ 4 എഡ്ജുകളുണ്ട്. അപ്പോൾ 4e എന്ന് നമുക്ക് എഴുതാം. 4e ഈക്വൽ ടു ഈ 92 മൈനസ് 40 52 സെന്റിമീറ്റർ ആണ്. 4e ലേറ്ററൽ എഡ്ജ് ആണ് ഇ. 4e ഈസ് ഈക്വൽ ടു 52 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതുകൊണ്ട് therefore e ഈക്വൽ ടു 52 divided by 4 equal to 13 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇ കിട്ടി, എ കിട്ടി. ഇനി നമുക്ക് സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എല്ല് വേണം. അപ്പോൾ ഇവിടെ എല്ല്, ഇ, എല്ല്, a/2 ഇത് ചേർന്നൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
അപ്പോൾ ഇത് കുറച്ച് ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ E is equal to lateral edge is equal to square root of L square plus A by 2 whole square ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. നമുക്ക് വേണ്ടത് L ആണ്. L is equal to root of E square minus A by 2 whole square ആയിരിക്കും. ഈ നമുക്കറിയാം ഈക്വൽ ടു റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് എ ബൈ 2. എയുടെ പകുതി എ 10 ആണ്. അപ്പോൾ എയുടെ പകുതി 5. 5 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 169 മൈനസ് 25 ഈക്വൽ ടു റൂട്ട് ഓഫ് 144 ഈക്വൽ ടു 12 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് എ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്നും എൽ സ്ലാന്റ് ഹൈറ്റ് എൽ ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്നും കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുക്കാം. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് 2AL lateral surface area equal to A square 10 square plus 2 into 10 into 12 equal to 10 square 100 plus 2 into 12 24 into 10 240 240 ഇവിടെ equal to 100 plus 240 equal to 340 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ സ്ക്വയർ പിരമിഡിന്റെ ഏരിയ. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ചെയ്ത കാര്യം ആകെ 92 സെന്റിമീറ്റേഴ്സ് ആണ് എല്ലാ എഡ്ജുകളും കൊണ്ട് കൂട്ടിയാൽ കിട്ടുക. അതിൽ ബേസ് പെരിമീറ്റർ 40 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ബേസ് എഡ്ജ് എ ഈസ് ഈക്വൽ ടു 10 എന്നെടുത്തു. അപ്പോൾ ഈ 92 നിന്നും 40 കുറച്ചു, ബാക്കി കിട്ടുന്ന 52. ഈ 52 ലേറ്ററൽ എഡ്ജസ് ആണ്. 4 ലേറ്ററൽ എഡ്ജുകൾ കൂട്ടുന്നതാണ് 52. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 13 കിട്ടി. അപ്പോൾ ലേറ്ററൽ എഡ്ജ് ഇ ആയി. എ നമുക്കറിയാം. എയും ഇയും ഉപയോഗിച്ച് നമ്മൾ എല്ല് കണ്ടുപിടിച്ചു, സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിച്ചു. അതിൽ നിന്നും ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്ത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ 4 കണക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കുറച്ച് പ്രോബ്ലങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.